പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം. വി.ഡി. സതീശന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾക്ക് താഴെ കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകളിൽ നിന്ന് അസഭ്യവർഷം തുടരുകയാണ്. ലൈംഗിക ചൂഷണ വിവാദത്തിൽപ്പെട്ട പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എടുത്ത നിലപാടുകളും മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചതുമാണ് സൈബർ ആക്രമണത്തിന് കാരണം. ലൈംഗിക ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് തുടക്കം മുതൽ നിലപാടെടുത്തതും അത് പരസ്യമായി പ്രഖ്യാപിച്ചതും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും നിലപാടിൽ ഒരിഞ്ച് വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുകയാണ്. റീൽസിലും സോഷ്യൽ മീഡിയയിലും കാണുന്നവരല്ല ശരിക്കുള്ള കോൺഗ്രസ് പ്രവർത്തകരെന്ന് പറഞ്ഞുവച്ചത് രാഹുലിനും ഷാഫി പറമ്പിലിനുമെതിരെയുള്ള ഒളിയമ്പായി. ഇതാണ് സൈബർ പോരാളികളെ ചൊടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെതിരെയുള്ള കസ്റ്റഡി മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം സദ്യ കഴിക്കാൻ പോയതും വലിയ വിമർശനങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലും വാർത്താ സമ്മേളനങ്ങളിലും സംസാരിച്ചാൽ പോരാ, മുന്നിൽ നിന്ന് പടം നയിച്ചു കാണിക്കാനാണ് സൈബർ ഇടങ്ങളിലെ ആവശ്യം. ഉണ്ണാൻ പോയപ്പോൾ മുഖ്യമന്ത്രിയോട് നടപടിയെക്കുറിച്ച് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്ന കമന്റുകളുമുണ്ട്. വി.ഡി. സതീശന്റെ ഫേസ്ബുക്ക് റീലുകൾക്ക് താഴെ കേട്ടാൽ അറയ്ക്കുന്ന തെറി വരെ ചേർത്തുള്ള കമന്റുകളാണ്. ഇതുകൂടാതെ പല സൈബർ സംഘങ്ങളും സ്വന്തം നിലയിലും സതീശനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തി അധിക്ഷേപം തുടരുകയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെടുത്ത നിലപാട് ഉത്തമ ബോധ്യത്തിലാണെന്നും പിന്നോട്ടില്ലെന്നും സതീശൻ ആവർത്തിച്ചുറപ്പിക്കുന്നു. ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള നടപടിയായിരുന്നു സസ്പെൻഷൻ. കോൺഗ്രസ് അനുകൂല സൈബർ പോരാളികളെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന നിലപാടാണ് വി.ഡി. സതീശന്റേതെന്ന് രാഹുൽ ഫാൻസുകാർ വാദിക്കുമ്പോൾ വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന നിലപാടിലാണ് സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അറിഞ്ഞുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സതീശൻ അനുകൂലികൾ വിശ്വസിക്കുന്നുണ്ട്. സഭാ സമ്മേളനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തരുതെന്ന് തന്നെയാണ് വി.ഡി. സതീശന്റെ നിലപാട്. അങ്ങനെ വന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭരണപക്ഷത്തിനെതിരെയുള്ള ആയുധങ്ങളുടെ മൂർച്ച കുറയും, ഫോക്കസ് മാറും. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പാർട്ടിയെ വെട്ടിലാക്കുന്ന നിലപാടൊന്നും സ്വീകരിക്കരുതെന്ന് രാഹുൽ അനുകൂല നേതൃത്വത്തോടും സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.